മലയാറ്റൂർ പോകുന്ന വഴിയാണ്. അപ്പോൾ ഇതിൻ്റെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഇവിടേക്ക് നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. നമുക്ക് ഇവിടുന്ന് പാസ് ചെയ്ത് പോകാൻ അത്രയ്ക്കും ബുദ്ധിമുട്ടായിരുന്നു. ഒരുപാട് സമയം എടുത്താണ് കേട്ടോ വണ്ടി ഇവിടുന്ന് പോയത്. പക്ഷേ ഈ പ്രാവശ്യം അത്രയ്ക്ക് തിരക്കില്ലായിരുന്നു. ഈ പ്രാവശ്യം ഞങ്ങൾ ഇച്ചിരി നേരത്തെയാണ് ഇറങ്ങിയത് കേട്ടോ. ഒരു 5:30 ആയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. ഇവിടെ വന്നപ്പോൾ ചെറിയൊരു ബ്ലോക്ക് കിട്ടി കേട്ടോ. അതൊഴിച്ച് കഴിഞ്ഞാൽ വലിയ ബ്ലോക്കും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഇതിൻ്റെ അടിവാരത്ത് വന്ന് ഞങ്ങൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തു, മെഴുകുതിരിയൊക്കെ വാങ്ങിച്ചു. ഇനിയിപ്പോൾ തോമസ് ലീഗായുടെ ഒരു രൂപം ഇവിടെയുണ്ട്. ഈ അടിവാരത്ത് ഒരു വലിയ പാറപ്പുറത്താണ് കേട്ടോ അത് സ്ഥാപിച്ചേക്കുന്നത്. ഒരുപാട് പേര് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ നേർച്ചയൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളും പോയി നേർച്ചയൊക്കെ ഇട്ടു, മെഴുകുതിരിയൊക്കെ കത്തിച്ചു, പ്രാർത്ഥിച്ചു. ഇനി മല ചവിട്ടാമെന്ന് വിചാരിച്ചു. കാരണം ഇച്ചിരി നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്നൊക്കെയുള്ള പ്രതീക്ഷയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് പേര് മല ചവിട്ടിയിട്ട് വന്നവരിവിടെ ടയേർഡായിട്ട് ഉറങ്ങുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒത്തിരി ദൂരത്തു നിന്ന് വന്നവരും ഒക്കെ ഉണ്ട്. അങ്ങനെ ഇതേണ്ട് ഞങ്ങളിവിടെ ചെറിയൊരു കാപ്പിയൊക്കെ കുടിച്ചു. അതിനുശേഷം ഇനി മലമുകളിലോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത്ര ടാറിങ്ങും കാര്യങ്ങളൊക്കെ. അങ്ങോട്ട് കുറച്ച് പോകും തോറും വലിയ പാറക്കല്ലുകളൊക്കെ പാസ് ചെയ്ത് വേണം നമുക്ക് പോകാൻ. ഇത് കണ്ടോ, വലിയൊരു പാറ കണ്ടോ. പാറപ്പുറത്താണ് തോമസ് ലീഗയുടെ ഒരു രൂപം ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ഒരു 10:30 സമയമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അധികം നേരം നിൽക്കുന്നില്ല, വേഗം മല ചവിട്ടിയിട്ട് നമുക്ക് വെളുപ്പാകുമ്പോഴത്തേക്കും വീട്ടിൽ ചെല്ലാമെന്നുള്ള പ്രതീക്ഷയാണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങുവാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ വഴി സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. കാരണം ആംബുലൻസിന് പാസ് ചെയ്യാൻ വേണ്ടി. കാരണം മല ചവിട്ടുന്നവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ അവരെ കൊണ്ടുപോകാൻ വേണ്ടിയൊക്കെ ആയിട്ട്. അപ്പോൾ അതുവഴി നടക്കരുതെന്നൊക്കെ മൈക്കിൽ കൂടെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കൂടുതലും ആളുകൾ ഈ ഒരു ഭാഗത്തൂടെയാണ് കേട്ടോ. വലിയ ഉരുളം കല്ലുകളൊക്കെ ചവിട്ടിയാണ് കേട്ടോ മല. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് പേര് മരക്കുരിശൊക്കെ ചുമന്നിട്ട് മല ചവിട്ടുന്നുണ്ട് കേട്ടോ. ചെരുപ്പ് പോലും ഇല്ലാതെ ഒരുപാട് പേര് മല ചവിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് കുറച്ച് നിരപ്പ് ഭാഗമാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല കുത്തനെ മലയാണ് കേട്ടോ. വലിയ പാറക്കെട്ടുകളും അതുപോലെ തന്നെ കല്ലും ഒക്കെ ഉള്ള ഒരു വഴിയാണ്. ഇച്ചിരി പ്രയാസകരമാണ് കയറാനൊക്കെ. അപ്പോൾ ഇതേണ്ടേ ഞങ്ങളിനി ഇവിടുന്ന് ഒക്കെ പതിയെ കയറാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇത് ഒരുപാട് പേര് മല ചവിട്ടുന്നവരുണ്ട്, അതുപോലെ തന്നെ മല ചവിട്ടി ഇറങ്ങുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് തിരി കത്തിക്കാനുള്ള സൗകര്യമുണ്ട്, അതുപോലെ തന്നെ നമുക്ക് കുടിവെള്ളത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യം ഒത്തിരി താമസിച്ചാണ് കേട്ടോ മല കയറുന്നത്. കാരണം ഇച്ചിരി ക്ഷീണമൊക്കെ തോന്നിയതുകൊണ്ട് ഞങ്ങൾ വഴിയിലൊക്കെ ഇരുന്ന് പതിയനെയാണ് കയറുന്നത്. പിന്നെ ഇതിൻ്റെ ഞങ്ങൾ മല ചവിട്ടി മേളിൽ ചെന്നപ്പോൾ കറക്റ്റ് 12 മണിയോളം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുണ്ട് ഒരുപാട് പേര് ഇവിടെ കുരിശു ചുമന്ന് കയറ്റിക്കൊണ്ട് വന്ന് കുരിശുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ തോമസ് ലീഗയുടെ തിരുസ്വരൂപത്തിൻ്റെ അടുത്ത് നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ തിരുസ്വരൂപം ഇച്ചിരി കൂടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് കണ്ടോ തിരുസ്വരൂപം സ്ഥാപിച്ചേക്കുന്നത് കാണാം. അപ്പോൾ അവിടെ നേർച്ചയിടാനുള്ള സൗകര്യമുണ്ട്, അതുപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് നേർച്ചയൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അവിടെ ഇച്ചിരി തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ സെക്യൂരിറ്റിയൊക്കെ അവിടെ നിയന്ത്രിച്ച് ആളുകളെ വിടുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് അവിടെ ചെന്ന് മുത്തി പ്രാർത്ഥിച്ചിറങ്ങാനൊക്കെ പറ്റിയിട്ടുണ്ട്. അങ്ങനെ തോമാസ് ലീഹ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചതിൻ്റെയൊക്കെ ഓരോ അടയാളങ്ങൾ ഇവിടെ ഓരോ ഭാഗങ്ങളിലായിട്ട് വിശ്വാസികൾക്ക് കാണാൻ വേണ്ടി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഭാഗമായിട്ട് തോമാസ് ലീഹ മലയാറ്റൂർ എത്തിയപ്പോഴത്തേക്ക് ഇവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തിനെ സ്വീകരിച്ചില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അതീവ ദുഃഖിതനായ അദ്ദേഹം ഈ മലമുകളിലേക്ക് വരികയും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ശക്തി നേടാൻ വേണ്ടി എത്തി. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അദ്ദേഹം ഈ പാറപ്പുറത്ത് ഒരു കുരിശ് വരച്ചപ്പോഴത്തേക്കും ആ കുരിശിൽ നിന്നും ഒരു ദിവ്യപ്രഭ ഉണ്ടാകുകയും ആ കുരിശ് വരച്ച ഭാഗത്തു നിന്നും രക്തം ഒഴുകിയപ്പോഴത്തേക്കും ഈ ഇവിടെ വലിയ വനമാണല്ലോ. അങ്ങനെ ഇപ്പോൾ ഈ നായാടിനൊക്കെ വന്ന വേടന്മാർ അവർ ഈ കാഴ്ച അത്ഭുതം കണ്ടിട്ട് ഇവർ വേഗം ചെന്നിട്ട് അടിവാരത്ത് ചെന്നിട്ട് ആളുകളോട് പറഞ്ഞിട്ട് ആളുകളെയും കൂട്ടി ഇവിടെ വന്നിട്ട് ഇത് നേരിട്ട് ഈ അത്ഭുതം കണ്ട് അങ്ങനെ തോമാസ് ലീഗയുടെ കയ്യിൽ നിന്നും ഇവർ സുവിശേഷം സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെയൊക്കെ ഓരോ അടയാളങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹം കാണിച്ച ഓരോ അത്ഭുതത്തിൻ്റെയും ഒക്കെ ഓരോ അടയാളങ്ങൾ ഇവിടെ ഉണ്ട്. എനിക്ക് വലുതായിട്ട് ഇതിൻ്റെ ചരിത്രം കാര്യങ്ങളൊക്കെ ഒന്നും അറിയത്തില്ല. എന്നാലും നമ്മുടെ കുഞ്ഞുനാൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ട് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പം ഇവിടെയാണ് കേട്ടോ അതിന് പള്ളി ഒക്കെ ഉള്ളത്. ഇതിൻ്റെ അടുത്ത് തന്നെ പള്ളിയുണ്ട്, അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകളും അതുപോലെ തന്നെ വിശ്വാസജലമുള്ള ഒരു ചെറിയൊരു കിണറൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ആനകുത്തിപ്പള്ളി എന്ന് പറയുന്നത്. ഈ ആനകുത്തിപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ പണ്ട് വനങ്ങളായതുകൊണ്ട് തന്നെ ഒരുപാട് വന്യജീവികൾ ഇങ്ങനെ വിഹരിച്ചുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ ഇങ്ങനെ കാട്ടാന വന്നിട്ട് ഈ പള്ളിയുടെ കിഴക്കേ ഭിത്തി കുത്തി അങ്ങനെ കാട്ടാനയുടെ കൊമ്പിൻ്റെ പാട് ഇവിടെ ഉണ്ടായിരുന്നു. ആ പാട് വിശ്വാസികൾക്ക് കാണാത്തക്ക രീതിയിൽ ഗ്ലാസ് ഒക്കെ ഇട്ട് അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ.
പിന്നെ ഇതാണ് വരുന്നത് പൊന്നും കുരിശ് വരുന്നത്. ഇവിടെ വന്ന് ഒരുപാട് പേര് മുത്തി പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് പൊന്നും കുരിശ് മുത്തപ്പൂ എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ മല ചവിട്ടുന്നത്. അപ്പം നമ്മുടെ ഒരുമാതിരി ക്ഷീണവും കാര്യങ്ങളൊക്കെ പോയി നമുക്ക് വളരെ നല്ല രീതിയിൽ മല ചവിട്ടാനൊക്കെ പറ്റും കേട്ടോ. ആ പൊന്നും കുരിശാണ് ഇരിക്കുന്നത്. പിന്നെ ഇതൊരു തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു കിണറുണ്ട് കേട്ടോ. അവിടെ നല്ല തിരക്കായതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ആ കിണറിനകത്ത് വെള്ളത്തിൻ്റെ ആ വിശ്വാസജലത്തിൻ്റെ ഇത് ഇങ്ങനെയാണ് പറയുന്നത്. അദ്ദേഹം ദാഹജലത്തിന് വേണ്ടി പാറപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി വെച്ച് അടിച്ചപ്പോൾ അവിടെ നിന്ന് നീരുറവ ഉണ്ടായിരുന്നു. ആ നീരുറവയാണ് ഈ കിണർ എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം ഇവിടെ നന്നായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഈ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചതിൻ്റെ കാൽപ്പാടും അതുപോലെ തന്നെ മുട്ടിൻ്റെ പാടുമൊക്കെയാണ് ഈ കാണുന്നത്. അവിടെ കണ്ടോ ഒരു ചെറിയൊരു മാർക്ക് ചെയ്തേക്കുന്നത് ഒരു വെള്ള കളറിൽ, അതൊക്കെ അദ്ദേഹത്തിൻ്റെ കാൽപ്പാടിൻ്റെയും മുട്ടിൻ്റെയും പാടുകളാണ് കേട്ടോ. അപ്പം വർഷങ്ങളായിട്ട് അവിടെ വരുന്ന വിശ്വാസികൾക്ക് ഇത് കാണാൻ വേണ്ടി ഈ ഒരു ഭാഗത്തുണ്ട് ഗ്ലാസ് ഇട്ട് സംരക്ഷിച്ച് വന്നേക്കണം കേട്ടോ, എല്ലാവർക്കും കാണാൻ വേണ്ടി. ഇപ്പം നമ്മൾ ഈ നിൽക്കുന്നത് ഒരു 1200ഓളം അടി ഉയരത്തിലാണ് കേട്ടോ. ഇവിടെ നിന്ന് താഴോട്ട് നോക്കി കഴിഞ്ഞിട്ട് നല്ല രസമാണ് കേട്ടോ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി. പിന്നെ അധികം നേരം നമ്മൾ നിൽക്കുന്നില്ല, പതിയെ ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ച് ഇറങ്ങുവാണ് കേട്ടോ. ഈ ഒരു സമയം ആയപ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു 12:45 കഴിഞ്ഞിട്ടുണ്ട് സമയം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം ആയപ്പോഴത്തേക്കാണ് ഇവിടെ തിരക്കും കാര്യങ്ങളും ഒക്കെ വന്നിരിക്കുന്നത്. നല്ല തിരക്കായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിൽക്കാൻ ഇച്ചിരി പ്രയാസമാണ് കേട്ടോ, ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങുവാണ്. അപ്പോൾ ഈ സമയത്ത് ഇവിടെ കയറി വന്നൊരു അപ്പച്ചനാന്ന് തോന്നുന്നു കേട്ടോ. അവിടെ വീണായിരുന്നു, എന്തോ ബുദ്ധിമുട്ട് തോന്നി അദ്ദേഹം അവിടെ വീണു. പക്ഷെ പെട്ടെന്ന് തന്നെ അവിടുന്ന് ഡോക്ടർ വന്ന് അദ്ദേഹത്തിന് വേണ്ട ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് അദ്ദേഹത്തിനെ സുരക്ഷിതനാക്കിയിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ജനക്കൂട്ടമൊക്കെ കണ്ടായിരുന്നു. പിന്തുണ്ടോ ഇപ്പോഴും ആളുകൾ കയറുന്നുണ്ടോ. വലിയ മരക്കുരിശും ചുമന്നുകൊണ്ടാണ് കേട്ടോ അവർ പ്രാർത്ഥിച്ച് പൊന്നും കുരിശ് മുത്തപ്പൂ പൊന്മല കയറ്റം, പൊന്നും കുരിശ് മുത്തപ്പൂ പൊന്മല കയറ്റം എന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ കയറുന്നത്. അങ്ങനെ പറഞ്ഞ് കയറുമ്പോൾ തന്നെ അവർക്ക് ആ ഒരു വലിയ ഭാരമുള്ള കുരിശുമാരും ചുമക്കുന്നതിന് പോലും ഇല്ല. അതുകൊണ്ടാണ് കേട്ടോ അത്ര ഭക്തിയോടുകൂടി അവർ ആ കാല ചെരുപ്പ് പോലും ഇല്ലാതെ പൊന്നും കുരിശ് മുത്തപ്പൂ എന്ന് വിളിച്ച് കയറുന്നത് കണ്ടോ. എന്ത് വലിയ കുരിശുമാരാണെന്ന് നോക്കി. ഒരു സാധനം ഇല്ലാതെ നമുക്ക് ഒന്ന് മല ചവിട്ടുമ്പോൾ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളും. പക്ഷേ നോക്കി ഇവരെന്തോരം ബുദ്ധിമുട്ടി ആ ഒരു ഭക്തിയോട് കൂടിയിട്ടല്ലേ ആ മല കയറുന്നത്. നമുക്ക് എത്ര പേരാന്ന് നോക്കി. ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ ഈ ഒരു മലയും അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ കാഴ്ചകളും ഒക്കെ. അപ്പം അടുത്ത വർഷവും എനിക്ക് ഈ മല ചവിട്ടാനുള്ള ഭാഗ്യം ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ച് തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ മല ഇറങ്ങുന്നത്. പിന്നെ ഞങ്ങൾ താഴെ വന്നു, ഒരു ചെറിയൊരു കാപ്പിയൊക്കെ കുടിച്ചു. ഇനിയിപ്പം അധികം നേരം നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല, നേരെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൊച്ചിന് ഒരു ചെറിയൊരു കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇതുണ്ടോ നമ്മുടെ വീക്ക്നെസ്സാണ് ചെടി, എവിടെ കണ്ടു കഴിഞ്ഞാലും വാങ്ങിക്കും. അപ്പോൾ ഇതേണ്ടേ 5 ജമന്തി കേട്ടോ. ഇതുണ്ടോ നല്ല കളറല്ല, 5 ജമന്തിയാണ് വാങ്ങിച്ച് 100 രൂപയ്ക്ക് കിട്ടിട്ടോ. ആ അപ്പച്ചൻ്റെ കയ്യിൽ ഗൂഗിൾ പേ ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അടുത്ത് വന്ന ഒരാളുടെ കയ്യിൽ നിന്ന് 100 രൂപ വാങ്ങിച്ചു കൊടുത്ത് അദ്ദേഹത്തിന് കേട്ടോ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഓക്കെ, ടാറ്റ, ബൈ ബൈ.